രാവിലെ എഴുന്നേറ്റിട്ട് 5:30 ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞാൽ ചായ കുടിച്ച് പോരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാനൊരു പ്ലോട്ടിലേക്ക് പോയതാണ്. ആ സമയത്തുള്ള യാത്ര എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നിലമ്പൂരിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലൊരു അടിപൊളി യാത്രയിൽ പോയത് കേട്ടോ. പിന്നെ ചെന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിലമ്പൂരിനെതിരുള്ള ആ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഷെരീഫ്ക്ക ചെയ്ത പെയിൻറ്റിങ് ആണ് നിലമ്പൂർ. അതാ ഒരു ചുമർ ചിത്രങ്ങളും അത് ഒരുപാട് പൈതൃകങ്ങൾ ഒതുന്ന ഒരുപാട് കലാരൂപങ്ങളും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ ദേശങ്ങളിലെ മാന്ത്രികരും കുമ്പാരന്മാരും പറയരും വ്യാപാരികളും ചെട്ടിയങ്ങാടി എന്നുള്ള ഈ ഒരു സ്ഥലത്തിനെ ഭൂതകാലത്ത് വളരെ ധന്യമാക്കിയിരുന്നു കേട്ടോ. പൊറ്റക്കാട് ശങ്കരൻ നാരായണൻ, രാമൻകുട്ടി നായർ, ശംഖുവൈദ്യർ, അത്തിമണ്ണി കോമുക്കുട്ടി, മാധവൻ നായർ, ഇങ്ങനെ നാലകത്ത് ബീരാൻ, ഒരുപാട് പിന്നെ പഴയ തലമുറയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ ആ ഒരു കൂടിച്ചേരലുകളും അന്നത്തെ ഹോട്ടലുകളും അന്നത്തെ പഴമയുടെ ആ ഒരു കാളവണ്ടിയും ഇങ്ങനെ പൈതൃകങ്ങളെ വിളിച്ചോതുന്ന ആ ഒരു അനുഭവ സമ്പത്ത് അവിടെ കൊത്തിവെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാട് നോട്ടീസുകൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങിയിട്ടോ.